ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരുടെയും തിരക്കെല്ലാം കഴിഞ്ഞ് ശാന്തമായോ? കഴിഞ്ഞ വർഷം 2023 വിട ചൊല്ലി 2024 സ്വീകരിച്ചതുപോലെ ഈ വർഷം 2024 വിട ചൊല്ലി 2025 ആവേശത്തോടെ നമ്മൾ എതിരേറ്റിരിക്കുകയാണ് അല്ലേ? ഈ അസുലഭ നിമിഷത്തിൽ ആകെ കൂടി നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ വിശകലനം ചെയ്യാൻ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ് സ്വീകരിച്ച 2024 നമുക്ക് നൽകിയ സുഖദുഃഖങ്ങളും വിജയപരാജയങ്ങളും ലാഭനഷ്ടങ്ങളും അതിൽ എന്തായിരുന്നു കൂടുതൽ എന്നൊന്ന് കണക്കെടുത്തു നോക്കിയാൽ അതിൻ്റെ കാരണമെന്ത് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടി വരും അല്ലേ? കൈപ്പേറിയ അനുഭവങ്ങൾ, അതായത് നഷ്ടങ്ങളും പരാജയങ്ങളും ദുഃഖങ്ങളും കൂടുതൽ ലഭിച്ചവർക്ക് അതിൻ്റെ കാരണമെന്ത് എന്നുകൂടി വിലയിരുത്തുവാനും അതിനെ തിരുത്തി വിജയത്തിൻ്റെയും സുഖങ്ങളുടെയും ലാഭത്തിൻ്റെയും കണക്കുകൾ കൂടുതൽ ലഭിക്കുവാനുള്ള അവസരം കണ്ടുപിടിച്ചതിനും ശേഷം ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് 2025 സ്വീകരിച്ചുവെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ, ആ വിശ്വസുകൊണ്ട് അർത്ഥമുണ്ടാവൂ എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഹാപ്പി ന്യൂ ഇയർ പറയുവാൻ വൈകിയത്. കാരണം നമ്മൾ പറയുന്ന ഹാപ്പി എന്ന വാക്ക് ന്യൂ ഇയറിന് മുൻപ് പറയുമ്പോൾ ഹാപ്പി ന്യൂ ഇയറിന് ശേഷം ഹാപ്പി എടുത്തു മാറ്റുവാൻ ഇടവരരുത് എന്ന പ്രാർത്ഥനയോടെ ആദ്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഹാപ്പി ന്യൂ ഇയർ. 2025 മധുരതരമാക്കാൻ നമ്മളാലാവും വിധം നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? അതിനായി നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മളിൽ ഓരോരുത്തരിലും പല പല കടമകളാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. എങ്കിലും നമ്മൾ എല്ലാവരും അതിനുവേണ്ടി ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ കടമകൾ എന്തെന്ന് തിരിച്ചറിഞ്ഞ് അത് നേടിയെടുക്കുന്നതിനായി നമ്മളാലാവും വിധം നമ്മൾ പരിശ്രമിക്കണം, അതിനുവേണ്ടി അധ്വാനിക്കണം. സ്വയം സന്തോഷിക്കുന്നതോടൊപ്പം മറ്റുള്ളവരുടെ സന്തോഷം അനുഭവിച്ചറിയുവാനും കൂടി നമുക്ക് സാധിക്കണം. ഉദാഹരണത്തിന്, പഠിക്കുന്ന കുട്ടികൾ നന്നായി പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടുമ്പോൾ അവർക്ക് മാത്രമല്ല സന്തോഷമുണ്ടാവുക, അവരെ പഠിപ്പിച്ച ടീച്ചേഴ്സിനും അതിനുവേണ്ടി അവരെ പറഞ്ഞുവിട്ട അവരുടെ മാതാപിതാക്കൾക്കും കൂടിയാണ് സന്തോഷമുണ്ടാകുന്നത്. കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, മുതിർന്നവരുടെ കാര്യത്തിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതുതന്നെയാണ് സംഭവിക്കുക. ഈ മഹത്തായ സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിനായി പരിശ്രമിക്കും എന്ന ദൃഢവിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് പറയാം ഹാപ്പി ന്യൂ ഇയർ. ഈ പുതുവർഷത്തിൽ കൂടുതൽ വീഡിയോസുമായി കൂടുതൽ തവണ നമുക്ക് കാണാം എന്ന വിശ്വാസത്തോടെ തന്നെ ബൈ. പിന്നെ ആദ്യമായി ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമെന്ന പ്രതീക്ഷയോടെ എല്ലാ കൂട്ടുകാർക്കും ബൈ. See you in the next video. Till then, bye bye.